ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നിവിടെ കാണിക്കാൻ പോണത് നമ്മൾ മാംഗ്ലൂർ ബൺസാണ്, അല്ലെങ്കിൽ ബനാന ബൺസ്, സ്വീറ്റ് ബൺസ് അങ്ങനെയൊക്കെ പേര് പറയും. എനിക്ക് ഈ ബൺസായിട്ട് പരിചയം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ മാംഗ്ലൂർ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിരുന്നൊരു സംഭവമായിരുന്നത് ഈ മാംഗ്ലൂർ ബൺസ്. ഒരു വീക്ക്ലി വൺസെങ്കിലും ഞങ്ങൾക്ക് ഇത് മോർണിംഗിൽ കിട്ടലുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്നുള്ളതിൽ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി വീഡിയോയിൽ കാണാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള 2 ചെറിയ ഞാലിപ്പൂവൻ്റെ പഴമാണ്. അതുപോലെ തന്നെ നല്ല പഴുത്തിട്ടുള്ള ഏത് ചെറുപഴം എടുക്കുക. അതുപോലെ തന്നെ മൈസൂർ പഴം, വേറെയുള്ള ചെറുപഴം അങ്ങനെ എടുക്കുക. പിന്നെ നമ്മൾ റോബസ്റ്റർ പഴം, ഫിലിപ്പിനോ, ബനാനാസ് അങ്ങനെയൊക്കെ എടുക്കുക. നന്നായിട്ട് പഴുക്കണം എന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ജാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ 2 പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഞാൻ 1.5 ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് പുളിയുള്ളതൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഉള്ളത്, ഇതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ടൊരു പേസ്റ്റാക്കി എടുക്കുക. ഇനിയിപ്പം ഇതുപോലെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൗളിൽ ഈ ബനാന നന്നായിട്ടൊന്ന് മാഷ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടെടുക്കുക. അതിന് ശേഷം ഞാനിപ്പോഴ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്യും ചെയ്യാം. ഇതിപ്പോൾ ഏതായാലും അരച്ചിട്ട് വരാം. ഇതിപ്പോൾ ഇത് അരച്ച് നന്നായിട്ട് പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 ചെറിയ പഴത്തിന് 1 കപ്പ് മൈദയാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ നമ്മൾ ഫിലിപ്പിനോ, ബനാന, അതുപോലെ തന്നെ ഒരു റോബസ്റ്ററൊക്കെ ആണെങ്കിൽ അതിൽക്ക് 1 കപ്പ് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ 2 വലിയ പഴം എടുക്കുകയാണെങ്കിൽ 2 കപ്പ് എടുക്കാം കേട്ടോ മൈദ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കുഴച്ചിട്ട് ഇനി കുറച്ച് ലൂസ് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പാകത്തിന് കുറച്ചും കൂടി ഒന്ന് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാടൊന്നും വേണ്ട, ഒരു 1 or 2 ടേബിൾ സ്പൂൺ അത്രയൊക്കെ ആവശ്യം വരുള്ളൂ. കുഴച്ച് നോക്കിയിട്ട് ഒന്ന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഒന്ന് ചേർത്തിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിപ്പം നമുക്ക് മോർണിംഗിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നത്. ഇത് നമ്മളെ ഗ്രീൻ പീസ് കറീൻ്റെ കൂടെ ഇരുന്ന് സെർവ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ചട്നീൻ്റെ കൂടെയും കഴിക്കാം. ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിൽ ഇത് ബൺസ് ഒറ്റയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളെ ബനാന ആൻഡ് ഷുഗറിന് നല്ല ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പിന്നെ ഇവിടെ മുട്ടക്കറീൻ്റെ കൂടെ അതുപോലെ തന്നെ ബീഫ് കറീൻ്റെ കൂടെയൊക്കെ നമ്മൾ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു മിനിമം 7 to 8 hours എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനിയിപ്പോൾ ഒരു 8 മണിക്കൂറിൽ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാനും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ അതല്ല, ബാക്കിയുള്ള മിക്സൊക്കെ നമ്മൾ മുന്നേ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അതുപോലെ തന്നെ നെയ്യിട്ട് കൊടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ട് നെയ്യിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ കുറച്ചൊരു ഓയിൽ ഇട്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ.
ക്ലിങ് ഫിൽമോടൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കതൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് എയർ ടൈറ്റ് കണ്ടെയ്നർ നന്നായിട്ടൊന്ന് മൂടി വെച്ചാലും മതി. നമ്മുടെ ഡോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, ഒന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് കുഴച്ചൊന്ന് കൊടുക്കുക. ചെറിയ രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു സ്റ്റിക്കിനെസ്, ചിലപ്പോൾ ഒരു കയ്യിലൊട്ടി പിടിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാവും. വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഇത്തിരി ഒരു 1/2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണൊക്കെ പൊടിയൊന്ന് കൂട്ടിയിട്ടൊന്ന് വേണമെങ്കിൽ ഒന്ന് കുഴച്ചിട്ടെടുക്കാറുണ്ടും. അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്തൊന്ന് പൊടിയൊക്കെ കൂട്ടുമ്പോൾ ഒക്കെ ഒന്ന് ശരിയായി വരും. അപ്പോൾ ഒട്ടലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ ചെറിയൊരു സൈസ് പൂരി ഉണ്ടല്ലോ, അതിനേക്കാൾ കുറച്ചും കൂടി വലുപ്പത്തിലാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. അത്യാവശ്യം കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ ഒരു 5 ബൺസാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ വേണ്ട വല്ലാണ്ട് കട്ടി കുറവേണ്ട, ഞാനിപ്പോൾ ഉണ്ടാക്കിയതിനേക്കാളും കുറച്ചും കൂടി കട്ടി കുറവ്, അതുപോലെ തന്നെ കുറച്ച് ചെറിയ സൈസും കൂടിയൊക്കെ ആക്കുകയാണെങ്കിൽ ഒരു 7 ബൺസൊക്കെ ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഇനി നമുക്കൊന്ന് ചൂടായ എണ്ണയിലേക്കൊന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു സൈഡൊന്നിങ്ങനെ നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ് കേട്ടോ ഉള്ളിലൊക്കെ. അതുപോലെ ഉണ്ടാവും ഉള്ളിൽ. ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കറി അങ്ങനെയൊന്നും ഇല്ലാണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ.